ഇപ്പോൾ ചേന്നമംഗലത്തെ കൂട്ടക്കൊലയിലെ പ്രതി ഋതുവിനെ കോടതിയിൽ ഹാജരാക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഋതുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടന്നത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. നിസ്സാരമായ ഒരു പ്രശ്നമായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ഋതു എന്ന് പറയുന്ന വ്യക്തി സ്ഥിരം പ്രശ്നക്കാരാണ് എന്ന് തന്നെയാണ് ഈ അയൽവാസികളുടെ അടക്കം ആരോപണം. ഋതുവിനെ ഇപ്പോൾ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ആക്രമണം നടത്തുന്ന സമയത്ത് ഋതു മദ്യലഹരിയിലല്ലായിരുന്നു. അതായത് പൂർണ്ണ സ്വബോധത്തോടെ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തിയത്. നാടിനെ നടുക്കുന്ന ഒരു കൊലപാതകമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ നമ്മളിലേക്ക് എത്തിയത്. ഒരു കുടുംബത്തിലെ 3 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഒരാൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ ഋതുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം അമൽനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽനാഥ്, 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. തീർച്ചയായും അല്പസമയം മുൻപാണ് പ്രതി ഋതുവിനെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് പ്രതിയെ ഈ കോടതിയിലേക്ക് എത്തിച്ചത്. നിലവിൽ ഇപ്പോൾ കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പരിസരത്ത് നിന്നും അക്രമ സംഭവങ്ങളും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിയെ ഈ പോലീസ് ജീപ്പിൽ നിന്നും പുറത്തിറക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ വലിയ രോക്ഷാകുലരായി പ്രതിയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ അരുംകൊല, അതായത് നാടിനെ നടുക്കിയ അരുംകൊല നടത്തിയ പ്രതിയെ ഒരേ സമയം 3 പേരെ കൊല ചെയ്യുകയും ഒരാൾക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്ത അതിന് കാരണമായ പ്രതി ഋതുവിനെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കോടതിയുടെ മുൻവശത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. സംയോജിതമായ പോലീസിന്റെ ഇടപെടലാണ് മറ്റു സംഘർഷങ്ങളിലേക്ക് ഒന്നും എത്താത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയത്. നിലവിൽ ഇപ്പോൾ പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ നാളെയോടുകൂടി തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് ഡിവൈഎസ്പി അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒപ്പം തന്നെ ഇന്ന് രാവിലെയും നടന്ന ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ പ്രതി പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഒരു സംഭവം നടക്കുമ്പോൾ, ഈ കൊലപാതകം നടക്കുമ്പോൾ പ്രതി യാതൊരു തരത്തിലുമുള്ള മയക്കുമരുന്നുകളോ മറ്റ് ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവസാന സമയത്ത് നടത്തിയ ഈ മെഡിക്കൽ ചെക്കപ്പിൽ അടക്കം, അതായത് ബ്ലഡും യൂറിനും അടക്കം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും ഡിവൈഎസ്പി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള മാനസിക വൈകല്യങ്ങളും ഇല്ല. ഇതിനു മുന്നേ ഇത്തരത്തിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടില്ല. അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്നും നിലവിൽ ഡിവൈഎസ്പി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് തന്നെയായാലും നിലവിൽ ഇപ്പോൾ പ്രതി ഋതുവിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, ചേന്നമംഗലത്തെ കൂട്ടക്കൊലയിൽ പ്രതിയായ ഋതുവിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ്.